കുഴുപ്പിള്ളി ബീച്ചിലെ രസകരമായ കടൽത്തീരവും കടൽക്കാഴ്ചകളും കണ്ടതിന് ശേഷം സീനിയർ സിറ്റിസൺ സഞ്ചാരി ഞാറയ്ക്കൽ മത്സ്യഫെഡ് അക്വാ ടൂറിസം സെന്ററിലേക്ക് യാത്ര ആരംഭിച്ചു. വൈപ്പിമുനമ്പം സംസ്ഥാന ഹൈവേയിലെ പള്ളത്താംകുളങ്ങരയിൽ പ്രവേശിച്ച് ഞാറയ്ക്കൽ ഭാഗത്തേക്ക് യാത്ര തുടർന്നു. യാത്രക്കിടയിൽ നായരമ്പലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, നായരമ്പലം ശങ്കരനാരായണ ക്ഷേത്രം, നായരമ്പലം ഭഗവതി വിലാസം സഭവക ദേവീക്ഷേത്രം, മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയം, വെളിയത്താംപറമ്പ് മഹാവിഷ്ണു ക്ഷേത്രം, ഞാറയ്ക്കൽ സെന്റ് മേരീസ് ചർച്ച് എന്നിവ ഭക്തജനങ്ങളുടെ ആശാകേന്ദ്രങ്ങളായി നിലകൊള്ളുന്നത് കണ്ടു. ഈ കാണുന്നതാണ് ഞാറയ്ക്കൽ മജസ്റ്റിക് മൾട്ടിപ്ലക്സ് തിയേറ്റർ. ഇവിടെ നിന്നും കുറച്ചു ദൂരം കൂടി തെക്കോട്ട് പോയാൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തും. ഇതാണ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന ആറാട്ടുവഴി റോഡിലൂടെ പോയാൽ കടപ്പുറത്ത് എത്തുന്നതിന് മുമ്പ് അക്വാ ടൂറിസം സെന്ററിൽ എത്താം. പോകുന്ന വഴിക്ക് ക്രിസ്തുരാജ ചർച്ച് ദേവാലയം റോഡിന്റെ വലതുഭാഗത്തായി കണ്ടു. ഈ കാണുന്നതാണ് ടാലന്റ് CBSE സ്കൂൾ. അക്വാ ടൂറിസം സെന്ററിന്റെ വെൽക്കം ബോർഡ് ഞങ്ങളെ സ്വാഗതം ചെയ്തു. കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി ഞങ്ങൾ അക്വാ ടൂറിസം കാഴ്ചകളിലേക്ക് ഊഴ്ന്നിറങ്ങി. മത്സ്യഫെഡിന്റെ അക്വാ ടൂറിസം സെന്ററിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഞാറയ്ക്കൽ ഫിഷ് ഫാമിനോട് ചേർന്നാണ് ഈ അക്വാ ടൂറിസം സെന്റർ പ്രവർത്തിക്കുന്നത്. ഈ അക്വാ ടൂറിസം സെന്ററിലെ പ്രധാനപ്പെട്ട ജലകേളികൾ എന്തൊക്കെല്ലാമാണ് എന്ന് നമുക്ക് വിശദമായിട്ട് ടിക്കറ്റ് എടുത്ത് കയറി നമുക്ക് പരിശോധിക്കാം, നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, സെന്ററിന്റെ കാർ പാർക്കിംഗ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരെ കാണുന്നതാണ് അക്വാ ടൂറിസം സെന്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിന്റെ ഇടതുവശത്ത് കൂടി കാണുന്ന പാലത്തിന്മേൽ കൂടി കയറി അപ്പുറത്തെത്തുമ്പോഴാണ് അക്വാ ടൂറിസം സെന്ററിലെത്തുക. വിവിധ പാക്കേജുകളായിട്ടാണ് ടൂറിസ്റ്റുകളെ ടൂറിസം സെന്ററിൽ പ്രവേശിപ്പിക്കുന്നത്. 500 രൂപയുടെ പാക്കേജാണ് ആദ്യത്തെ പാക്കേജ്. റോയിങ് ബോട്ട്, പെഡൽ ബോട്ട്, ചൂണ്ട, പൂമീൻ ചാട്ടം, സോളാർ ബോട്ട്, വാട്ടർ സൈക്കിൾ, കയാക്കിംഗ്, കുട്ടവഞ്ചി, ലെമൺ ജ്യൂസ്, സ്നാക്സ്, മീൻകറി, ഊണ് എന്നിവയാണ് 500 രൂപയുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ റേറ്റ് സാധാരണ പ്രവൃത്തി ദിവസങ്ങളിൽ കൊടുക്കേണ്ട റേറ്റാണ്. ശനി ഞായർ അവധി ദിവസങ്ങളിൽ ഇത് 550 രൂപയായിരിക്കും. യഥാക്രമം 350 രൂപയുടെയും 400 രൂപയുടെയും മറ്റൊരു പാക്കേജ് കൂടി ഇവിടെ നിലവിലുണ്ട്. സ്പെഷ്യൽ പാക്കേജുകൾക്ക് യഥാക്രമം 650 രൂപയും 700 രൂപയുമാണ്. വെള്ളത്തിലെ ഹട്ട് അല്ലെങ്കിൽ വഞ്ചിത്തുരുത്തിലെ ഏറുമാടം ഇവ ഉപയോഗിക്കുന്നതിനാണ് 650 രൂപയുടെ പാക്കേജ്. മനോഹരമായ പാലത്തിലൂടെ ഞങ്ങൾ അക്വാ ടൂറിസം സെന്ററിലേക്ക് കയറി. വളരെ വർണ്ണമനോഹരമായ ഒരു നടപ്പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഞാറയ്ക്കൽ മാലിപ്പുറം അക്വാ ടൂറിസം സെന്ററുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ദ്വയം എന്ന പേരിൽ 650 രൂപയുടെ മറ്റൊരു പാക്കേജും ഇവിടെ നിലവിലുണ്ട്. വളരെ വർണ്ണമനോഹരമായ പാലത്തിലൂടെ ഞങ്ങൾ ടൂറിസം സെന്ററിലേക്ക് പ്രവേശിച്ചു. അക്വാ ടൂറിസം സെന്ററിലെ 2 ജീവനക്കാർ ഞങ്ങൾക്ക് സ്വാഗതം മോദി അക്കരെ നിൽക്കുന്നത് കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ അക്വാ ടൂറിസം സെന്ററിലെ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന ദിശാ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റ്, മിനി പാർക്ക്, ഹട്ട്സ്, ഹാമോക്കുകൾ, ചൂണ്ടയിടൽ, ഡപ്പ, വഞ്ചി, ബോട്ടിംഗ് എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രവർത്തനങ്ങൾ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടൂറിസം റിസപ്ഷൻ സെന്ററും അതോടൊപ്പം തന്നെ റെസ്റ്റോറൻറ്റും സ്നാക്ക് ബാറും. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. റെസ്റ്റോറൻറ്റിൻ്റെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് സൗപർണിക സ്വയം സഹായ ഗ്രൂപ്പാണ്. ലതിക, തങ്കമണി, രമ, മേരി എന്നിവരൊക്കെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ അംഗങ്ങൾ. എല്ലാവർക്കും യൂണിഫോമും കൈയുറയും അതുപോലെ ഹെഡ് കവറും നിർബന്ധമാണ്. 2 കുട്ടവഞ്ചികൾ സന്ദർശകരെ കാത്ത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഒന്ന് ചുവന്ന കളറിലുള്ളതും മറ്റൊന്ന് നീല കളറിലുള്ളതും. ഈ കാണുന്നതാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നിർമ്മിച്ച് വെള്ളത്തിലിറക്കിയ സോളാർ ബോട്ട്. സോളാർ ബോട്ട് പ്രവർത്തിക്കുന്നത് സോളാർ പാനലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉണ്ടായതിനാൽ ശബ്ദരഹിതവും മാലിന്യരഹിതവുമാണ്, പുകരഹിതവുമാണ്. ഞങ്ങൾ സോളാർ ബോട്ടിൽ കയറി ഫിഷ് ഫാമിൻ്റെ അക്വാ ടൂറിസം സെന്ററിൻ്റെ ജലാശയത്തിൽ വിശാലമായ മത്സ്യഫാമിൽ ഒന്ന് ചുറ്റിയടിക്കുവാൻ തീരുമാനിച്ചു. മത്സ്യഫാമിൻ്റെ പടിഞ്ഞാറേ തീരത്ത് കൂടി ഞങ്ങൾ തെക്കോട്ട് പോവുകയും തെക്ക് നിന്ന് കിഴക്കോട്ടും കിഴക്ക് നിന്ന് വടക്കോട്ടും അങ്ങനെ തിരിച്ച് പടിഞ്ഞാറേക്കും ഒരു റൗണ്ട് എടുക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജലാശയത്തിൽ വെറുതെ ചുറ്റിയടിക്കുന്നതിലുള്ള ബോറിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഫിഷ് ഫാമിൻ്റെ ചരിത്രം ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തിരുവിതാംകൂർ നാട്ടുരാജാവിൻ്റെ അധീനതയിലായിരുന്നു ഈ ഫിഷ് ഫാം. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം കേരള ഫിഷറീസ് വകുപ്പിൻ്റെ അധീനതയിലായി തീരുകയാണ് ഉണ്ടായത്. പണ്ടുകാലത്ത് ഈ ഫിഷ് ഫാം തിരുത മത്സ്യത്തിന് വളരെ പേര് കേട്ടതായിരുന്നു. തിരുത മത്സ്യത്തിൻ്റെ ബ്രീഡിംഗ് കേന്ദ്രമായിട്ടാണ് ഈ ഞാറയ്ക്കൽ ഫിഷ് ഫാമിനെ അറിയപ്പെട്ടിരുന്നത്. ഫിഷറീസിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന
VG ജിങ്ക്രാൻ എഴുതിയ ഫിഷ് ആൻഡ് ഫിഷറീസ് ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട്. കാലക്രമേണ ഈ ജലാശയത്തിലേക്ക് വരുന്ന ചെറിയ തോടുകളിൽ മാലിന്യം നിറയുകയും വെള്ളത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ബ്രീഡിംഗ് കുറഞ്ഞു വരികയും ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ തിരുത മത്സ്യത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. തിരുത മത്സ്യത്തിൻ്റെ അഭാവം മത്സ്യകൃഷിയെ ബാധിച്ചിട്ടുള്ളതിനാൽ മത്സ്യകൃഷി മുടങ്ങാതെ നടക്കുന്നതിന് വേണ്ടി പൂമീൻ എന്ന മത്സ്യത്തെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. പൂമീൻ്റെ കുഞ്ഞുങ്ങൾ തമിഴ്നാട് മണ്ഡപം തീരത്ത് സുലഭമായി ലഭിക്കുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ നിന്നും തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടിയാലോചിച്ച് അവിടെ നിന്ന് ഭൂമി കുഞ്ഞുങ്ങളെ വില കൊടുത്ത് വാങ്ങി ഇവിടെ ഫാമിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് വളർത്തുകയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഇപ്രകാരമുള്ള മത്സ്യകൃഷിയാണ് നടത്തിവരുന്നത്. ഭൂമീൻ മത്സ്യത്തെ കൂടാതെ കരിമീൻ, തിലാപ്പിയ, കണമ്പ് എന്നീ മത്സ്യങ്ങളും നാരൻ, ചൂടൻ, തെള്ളി എന്നീ ചെമ്മീനുകളും ഇവിടെ ലഭ്യമാണ്. ഈ ജലാശയത്തിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം കൃത്യമായി നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ മത്സ്യക്കുളങ്ങളിലും തൂമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സ്ലൂയിസ് ഗേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ തൂമ്പുകൾ വഴി വെള്ളം കയറ്റിയും ഇറക്കിയുമാണ് വെള്ളത്തിൻ്റെ ഗുണനിലവാരം നിലനിർത്തിപ്പോരുന്നത്. ഫാമിൻ്റെ ചിറകളിൽ ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കുന്നതിനുള്ള ചെറിയ ഹട്ടുകളും ഊഞ്ഞാലുകളും തയ്യാറാക്കി സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കണ്ടൽക്കാടുകൾ ചിറകളിൽ വളർന്നു നിൽക്കുന്നത് കാണാം. ടൂറിസ്റ്റുകൾക്ക് ഉല്ലസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായി ഫിഷ് പോണ്ടിൻ്റെ മധ്യത്തിലായി 2-3 മുളംകുടിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കയറിയിരുന്ന് വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും സ്പെഷ്യൽ ഫീസ് 650 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾക്കുള്ള ഭക്ഷണം ഇവിടുത്തെ ജീവനക്കാർ റെസ്റ്റോറൻറ്റിൽ നിന്നും ഹട്ടുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ടൂറിസ്റ്റുകളെ ഭക്ഷണശേഷം തിരിച്ച് തീരത്ത് എത്തിക്കുന്നതുമാണ്. ഈ കാണുന്നത് വഞ്ചിത്തുരുത്താണ്. വഞ്ചിയുടെ ഷേപ്പിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ 2 തെങ്ങുകളും ഒരു ഏറുമാടവും നമുക്ക് കാണാവുന്നതാണ്. ഈ ഏറുമാടത്തിൽ കയറിയിരുന്ന് വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും സാധിക്കും. ഇതിനും 650 രൂപയാണ് ചാർജ് കൊടുക്കേണ്ടത്. വഞ്ചിത്തുരുത്തിന്റെ തെക്കുവശത്തായി 2 വലിയ കണ്ടൽ മരങ്ങൾ വളർന്നു നിൽക്കുന്നത് കാണാം. ഈ മരങ്ങളുടെ ശാഖകൾ നിറയെ വിവിധ ഇനം പക്ഷികൾ ചേക്കേറുന്നു. മുഖ്യമായും നീർക്കാക്കകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതുപോലെ കൊക്കുകൾ, പരുന്തുകൾ എന്നീ പക്ഷികളെയും കാണാറുണ്ട്. നീർക്കാക്കകൾ മത്സ്യകൃഷിക്ക് വലിയ ശല്യം തന്നെയാണ്. നീർക്കാക്കകൾ മത്സ്യങ്ങളെ കൂട്ടത്തോടെ പിടിച്ച് ഭക്ഷിക്കും. അത് മത്സ്യകൃഷിക്ക് വലിയ നാശം തന്നെയാണ്. ഞങ്ങൾ വഞ്ചിത്തുരുത്തിന് വലം വെച്ച് വഞ്ചിത്തുരുത്തിൻ്റെ മനോഹാരിത നുകർന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് വഞ്ചിത്തുരുത്തും ഏറുമാടവും കൂടി നമുക്ക് സമ്മാനിക്കുന്നത്. അവിടെ നിന്നും ഞങ്ങൾ കിഴക്കേ ചിറയ്ക്ക് സമീപത്തുകൂടി വടക്കോട്ട് പോന്നു. ഇവിടെ മുളംകുടിലുകൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം. മുളംകുടലിൽ വിനോദസഞ്ചാരികൾ വിശ്രമിക്കുന്നതും കാണുവാൻ സാധിച്ചു. വളരെ രസകരമായ ഉല്ലാസഭരിതമായ ഒരു യാത്രയാണ് സോളാർ ബോട്ടിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ കൊറോണ കാലമായതിനാൽ ഫിഷ് ഫാമിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ശനി, ഞായർ ഒഴിവു ദിവസങ്ങളിൽ വലിയ തിരക്കാണ് നേരത്തെ അനുഭവപ്പെട്ടിരുന്നത്. കോവിഡ് കുറഞ്ഞപ്പോൾ സർക്കാർ ടൂറിസം സെന്ററുകൾ തുറന്നെങ്കിലും സന്ദർശകർ ആ വിവരം അറിഞ്ഞു വരുന്നതേയുള്ളൂ. അങ്ങനെ ഞങ്ങൾ രസകരമായ ഒരു യാത്രയ്ക്ക് ശേഷം ഫിഷ് ഫാമിൻ്റെ ബോട്ട് ജെട്ടിയിൽ തിരികെ അടുത്തു. ഇവിടെ ഒരു പ്രത്യേകതരം ഊഞ്ഞാൽ കിടക്കുന്നുണ്ട്. ഒരു വൃത്താകൃതിയിലുള്ള ഊഞ്ഞാലാണ്. ആ ഊഞ്ഞാലിൽ നമ്മുടെ സുഹൃത്ത് ഒന്ന് ആടുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് വാട്ടർ സൈക്കിൾ. ഈ വാട്ടർ സൈക്കിൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ നമ്മുടെ സുഹൃത്ത് സഹായിക്കുകയാണ്. വെള്ളത്തിന് മുകളിലൂടെ മുമ്പിലോട്ടും പുറകിലോട്ടും സഞ്ചരിക്കുവാൻ ഈ വാട്ടർ സൈക്കിളിന് സാധിക്കും. ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്നതിന് കുട്ടവഞ്ചികളും അതുപോലെ തന്നെ പെഡൽ ബോട്ടുകളും റോയിങ് ബോട്ടുകളും ഇവിടെ ലഭ്യമാണ്. ഇതെല്ലാം പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. രുചികരമായ ഭക്ഷണമാണ് റെസ്റ്റോറൻറ്റിൽ വിളമ്പുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ട്രെയിനിങ് ലഭിച്ച സ്വയം സഹായ ഗ്രൂപ്പ് അംഗങ്ങളാണ് റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടു പോരുന്നത്. സ്പെഷ്യൽ വിഭവങ്ങൾ ആവശ്യമുള്ളവർ മുൻകൂട്ടി ഓർഡർ കൊടുത്താൽ സ്പെഷ്യൽ വിഭവങ്ങളായ
കക്ക റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്, ഞണ്ട് റോസ്റ്റ് മുതലായ വിഭവങ്ങൾ ഇവിടെ നിന്നും ഉച്ചഭക്ഷണത്തോടൊപ്പം ലഭിക്കുന്നതാണ്. റെസ്റ്റോറൻറ്റിനോട് ചേർന്നുള്ള സ്നാക്ക് ബാറിൽ നിന്നും ചെറിയ ലഘുഭക്ഷണങ്ങൾ, അതുപോലെ മിനറൽ വാട്ടർ എന്നിവ ലഭിക്കുന്നതാണ്. ഇവിടെ കൃഷി ആവശ്യത്തിന് വെള്ളം ചവിട്ടി മറിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ചക്രവും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക തരത്തിലുള്ള ബോട്ട് ഇവിടെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. വലിയ പ്ലാസ്റ്റിക് പൈപ്പ് കൊണ്ടാണ് ഈ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. 2 പേർക്ക് കയറിയിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാവുന്ന വിധത്തിലാണ് ബോട്ടിന്റെ രൂപകൽപ്പന. സഞ്ചാരികൾക്ക് വെയിലേൽക്കാതെ തണലത്ത് വിശ്രമിക്കുന്നതിനാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള മനോഹരമായ നടപ്പാത ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ ബെഞ്ചുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വെയിലേൽക്കാതെ ചൂണ്ടയിടുവാൻ സാധിക്കും. സഞ്ചാരികൾക്ക് ആവശ്യമായ ലൈഫ് ജാക്കറ്റ്, ചൂണ്ട എന്നിവ കൊടുക്കുന്നതിനുള്ള ഒരു കൗണ്ടറാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സഞ്ചാരികൾ തിരികെ സോളാർ ബോട്ടിൽ തീരത്തേക്ക് പോകുന്നത് കാണാം. ഒരു ദിവസത്തെ ഉല്ലാസത്തിന് ശേഷം അവർ തിരികെ മടങ്ങുകയാണ്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് അക്വാ ടൂറിസം സെന്ററിൽ എത്തിച്ചേർന്നതാണ്. ഇവിടെ ചൂണ്ടയിട്ടും മീൻ പിടിച്ചും പെഡൽ ബോട്ട് ചവിട്ടിയും റോയിങ് ബോട്ട് തുടങ്ങിയും സോളാർ ബോട്ടിൽ മനോഹരമായ ഒരു യാത്ര ചെയ്തും ഞങ്ങൾ ഒരു ദിവസം ഉല്ലാസത്തിലേർപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ സമയം 11:30 മണി മാത്രമേ ആയിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കുന്നതിനുള്ള സമയം ഇനിയും വളരെയേറെയുണ്ട്. ആയതിനാൽ ഞങ്ങൾ മാലിപ്പുറം ഫിഷ് ഫാമിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉച്ചഭക്ഷണം മാലിപ്പുറം ഫിഷ് ഫാമിൽ നിന്നാകാം. ഞങ്ങൾ അക്വാ ടൂറിസം സെന്ററിനോട് യാത്ര പറഞ്ഞ് നടപ്പാലം കടന്ന് വാഹനത്തിൽ കയറി യാത്ര തിരിച്ചു.